അടക്കം പാവം ഗോപിക അവന് കൊടുക്കുന്ന വലിയൊരു സർപ്രൈസ്. ആ GP നീ ആലോചിച്ചോ, നീ ഞങ്ങളുടെ ബർത്ത്ഡേ ഇതിനെക്കാട്ട് അടിപൊളിയാക്കില്ല, നിന്റെ തലമൊക്കെ കുട്ടിക്കുട്ടി. ചേട്ടൻ്റെ ബർത്ത്ഡേക്ക് സർപ്രൈസ് കൊടുക്കാൻ ഫ്രണ്ട്സിനെ വിളിക്കാം എന്നിങ്ങനെ പ്ലാൻ ചെയ്തു. കാരണം കുറേ ആയി എല്ലാവരുമായിട്ട് മീറ്റ് ചെയ്തിട്ട്. അത്യാവശ്യം ചേട്ടൻ്റെ ആ ഒരു ഗ്രൂപ്പിനെയൊക്കെ വിളിച്ചു. കുറച്ച് പേർക്ക് ഷൂട്ടായിട്ട് വരാൻ പറ്റിയില്ല, ചിലർ ലേറ്റായിട്ട് വന്നു, ചിലർ ഇവിടെ സ്ഥലത്തുണ്ടായില്ല, അതുകൊണ്ട് വരാൻ പറ്റിയില്ല. പിന്നെ രാത്രിയായപ്പം ഒരു റെസ്റ്റോറൻറ്റിൽ ഡിന്നറിന് പോകാമെന്ന് പറഞ്ഞിട്ടാണ് ചേട്ടനെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയത്. സർപ്രൈസ് ആയോ ഇല്ലയോ എന്ന് എനിക്കിപ്പോഴും അറിഞ്ഞൂടാ. എന്താണ് ആ എക്സ്പ്രഷൻ എന്ന് എനിക്കിപ്പോഴും അറിഞ്ഞൂടാ. ഇത് ലാസ്റ്റ് മിനിറ്റാണ്. മൺഡേ ആണ് ബർത്ത്ഡേ. അപ്പോൾ ഒരു ഫ്രൈഡേ സാറ്റർഡേ ആയിട്ടാണ് എല്ലാം ഫൈനലൈസ് ആവുന്നത്. അപ്പം ഒരുപാട് ടീംസ് എന്നെ ഹെൽപ്പ് ചെയ്തിരുന്നു. എനിക്കിതിൻ്റെ കോണ്ടാക്ട്സ് തന്നതൊക്കെ ലിജോ ചേട്ടൻ, ദിയ, അങ്ങനെ എല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്തു. അപ്പോൾ ഞങ്ങളുടെ ഈ സെലിബ്രേഷൻ നടന്ന വെന്യൂ ജെനിത്ത് വില്ലാസ് എന്ന് പറഞ്ഞിട്ട് അവരുടെ എടപ്പള്ളിയിലുള്ള പ്രോപ്പർട്ടിയിലാണ്. ഞങ്ങളിതിന് മുന്നേ ജെനിത്ത് വില്ലാസിൻ്റെ കാക്കനാടും പോയി സ്റ്റേ ചെയ്തിട്ടുണ്ട്. നല്ല പ്രോപ്പർട്ടിയാണ്, അവിടെ പൂളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ലാസ്റ്റ് മിനിറ്റാണ് ഡെക്കോർ സെറ്റായത്. എനിക്കെന്താ വെച്ചാൽ ചേട്ടന് കുറച്ചൊരു കളർഫുൾ ആണല്ലോ എപ്പോഴും ഇങ്ങനെ ഡ്രസ്സിങ്ങും ഒക്കെ. അപ്പോൾ എനിക്കിങ്ങനെ ഒരു കളർഫുൾ തീം ചെയ്യണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു SB വെഡ്ഡിങ് പ്ലാനേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ സാറ്റർഡേ ഈവനിങ് ആണ് സെറ്റ് ചെയ്ത്. അപ്പോൾ സൺഡേ ലീവായിട്ട് പോലും എനിക്ക് അവർ ലാസ്റ്റ് മിനിറ്റ് എല്ലാം എനിക്ക് വേണ്ട പോലെ തന്നെ ചെയ്തു തന്നു. അതുപോലെ തന്നെ ആ ഡെക്കറിന് മാച്ചായിട്ട് കേക്കും അതേപോലെ ആ വാൾപേപ്പറിന് മാച്ചായിട്ടുള്ള കേക്കും ചെയ്തു തന്നു. അത് ലെറ്റ്സ് ഈറ്റ് ബേക്കേഴ്സാണ് ചെയ്തത്. എന്തായാലും മൊത്തത്തിൽ കളറായി. പക്ഷെ ഞാൻ എല്ലാവരുടെ അടുത്തും പറഞ്ഞ കോസ്റ്റ്യൂം കുറച്ചൊരു കളർഫുൾ കോസ്റ്റ്യൂമാണ് പറഞ്ഞത്. പിന്നെ എല്ലാവരും പല സ്ഥലത്തുനിന്നും വരുന്നതുകൊണ്ട് കുറച്ച് ഫ്ലോപ്പായി, എന്നാലും കളറായി. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ഇങ്ങനെ ഒരു വീട് സെറ്റപ്പിലേക്ക് വന്നപ്പോ തന്നെ ഞാൻ പക്ഷേ ഞാനത് കണ്ടതേ ഇല്ല. ഞാൻ എല്ലാരും ആൾക്കാരെ കണ്ടേലേ. ഓ എത്ര നല്ല ഫോട്ടോസ്. എന്നെ പോലെ ഭയങ്കര സട്ടിലായിട്ടുള്ള ഒരു ടീം അല്ലേ? അല്ല ഞാൻ ഇവിടെ ഓർഗനൈസ് ചെയ്ത കുട്ടി ഇതൊക്കെ എന്ത് സർപ്രൈസ് കുട്ടി. അപ്പോൾ എൻ്റെ മുഖത്തിൽ നിന്ന് ആ ഒരു സർപ്രൈസ് എക്സ്പ്രഷനൊന്നും കിട്ടാത്ത അഹങ്കാരത്തിൽ ഞാൻ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ പ്രതീക്ഷിക്കാത്തൊരു പ്ലോട്ട് ട്വിസ്റ്റ് അവർ കൊണ്ടുവന്നു. അത് ഞാൻ ശരിക്കും ഞെട്ടി. അത് കഴിഞ്ഞപ്പോൾ വീഡിയോ കണ്ടപ്പോൾ എൻ്റെ മുഖം കണ്ടിട്ട് എനിക്ക് തന്നെ അയ്യോ, കാരണം എപ്പോഴും സർപ്രൈസ് കൊടുത്താണ് ചെയ്യില്ല. ഇങ്ങോട്ട് കിട്ടൽ കുറവായതുകൊണ്ട് എപ്പോഴും അങ്ങോട്ട് കൊടുക്കലാണ് കൂടുതൽ എന്നുള്ളതുകൊണ്ട് തന്നെ ഇവർ അങ്ങനെ രണ്ടുപേരെ ഇതിനകത്ത് ഒളിപ്പിച്ച് വെച്ച് അവസാന നിമിഷങ്ങൾ കൊണ്ടുവന്നു. അത് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ പിന്നെ ഈ മൊത്തം കേക്ക് മുറിക്കേണ്ട മൂഡിൽ പോയതുകൊണ്ട് ഞാനത് ആൻറ്റിസിപ്പേറ്റ് ചെയ്തില്ല. പഠിച്ചുട്ടോ, ഓഡിയൻസ് പൾസൊക്കെ പഠിച്ചു ഒരാള്.
അത് ഗംഭീരായി, പ്രതീക്ഷിച്ചതേ ഇല്ല. ഒരു മിനിറ്റ്, ഞാൻ ഈ വീടൊക്കെ ഒന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് സർപ്രൈസ് ആണ്. ഇത് ശരിക്കും ബാബ്ലോ പാർട്ടിയുടെ ഒരു ഫീല് പടത്തിന്റെ പോസ്റ്റർ പറയുന്നുണ്ട്. ഇവർ ഈ പാബ്ലോ പാർട്ടി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാബ്ലോ പാർട്ടി ഒരു പുതിയ സിനിമയാണ്. അഭിലാഷ് പിള്ളൈ പ്രൊഡക്ഷൻസും നമ്മുടെ ഉർവശി ചേച്ചിയും കൂടിയിട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ട് മലയാളത്തിലുള്ള ഒരു മലയാളം തമിഴ് 2 ഭാഷയിൽ ചെയ്യുന്നൊരു സിനിമയാണ്. അപ്പോൾ അതിനകത്ത് ഉർവശി ചേച്ചി ഉണ്ട്, മുകേഷ് ഏട്ടൻ ഉണ്ട്, അനുശ്രീ, അപർണ, ബാലു വർഗീസ്. ഞാൻ കുറേ കാലത്തിന് ശേഷം ഒരു മലയാള സിനിമയുടെ ഭാഗമാവുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ലോഞ്ച് തലേ ദിവസം നടന്നിരുന്നു. ഒരു തട്ടുപൊളിപ്പൻ പടമാണ്. അപ്പോൾ ഇതിൻ്റെ പോസ്റ്റർ ഏകദേശം ഇതേപോലെ ഭയങ്കര കളർഫുള്ളായിട്ടുള്ള ഒരു പോസ്റ്ററും സംഭവങ്ങളും, ഒരു ജഗപോക പടമാണ്. അപ്പോൾ അതാണ് ഇതൊരുമാതിരി പാബ്ലോ പാർട്ടിയുടെ പരസ്യം പോലെ ആയല്ലോ എന്ന് അഭിലാഷ് പിള്ളയൊക്കെ പറയുന്നുണ്ടായിരുന്നു. വനിതകളെ, പുരുഷന്മാരെ, ജന്മദിന അപ്പം മുറിക്കുവാൻ സമയമായി. എല്ലാവരും സമീപത്തേക്ക് വരിക. ആംഗലേ, എന്നെ പോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള മിതത്വം പാലിക്കുന്ന അല്ലേ. ഇതിലില്ലാത്ത കളർ കണ്ടുപിടിക്കുന്നവർക്ക് ലൈറ്റ് ഗിഫ്റ്റ് ചെയ്തു. അപ്പൊ ഓക്കെ, നമ്മള് കട്ട് ചെയ്യാം. രണ്ട് വാക്ക് പറഞ്ഞിട്ട് നമ്മൾ കട്ട് ചെയ്യുന്നു. പിന്നെ ക്യാമറ ഓഫ് ചെയ്തിട്ടുണ്ട്. അല്ല, എന്തുകൊണ്ടും വളരെ വളരെ നല്ലൊരു പയ്യനും സർവോപരി അല്ലേ, ഒരു അർത്ഥം വെച്ച് പറയുന്നത്. എനിക്ക് തന്നെ ഒരു 6-7 വർഷമായിട്ട് അറിയാം. വളരെ നല്ല പയ്യനാണ്. എന്തുകൊണ്ടും നിങ്ങൾ മോളെ കെട്ടിച്ചു കൊടുത്തത് നന്നായി. നീ പറയാനുള്ള ഒരുപാടുണ്ട്, പറയാം. പക്ഷെ എന്നുണ്ട് അല്ല, ഇങ്ങനെ ഞാൻ 2 മണിക്കൂർ മുമ്പ് കണ്ടതാണ്. ഇടുക്കി രണ്ട് വാക്ക് പറയും. നല്ല പയ്യനാ അല്ലേ. ഈ ഒരു ഓർഗനൈസിംഗിന്റെ സ്ട്രഗിൾ ഇതല്ല, ഇതിനപ്പുറം ചാടി കടന്നവനാണ് KK ജോസ്. 3 ദിവസം മുമ്പേ ലിജോന്റെ ഫോൺ വന്നേ. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ ലിജോ വിളിച്ചോണ്ട്? അല്ല, എന്റെ ഒരു പോഡ്കാസ്റ്റ് ഇന്റർവ്യൂ തരുമോ? നമുക്ക് അവൻ എന്നെ വിളിച്ചിരുന്നു 2 ദിവസം മുമ്പ്. അടിപൊളി. എനിക്ക് സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെട്ടു, അതിന്റെ ഇടയിലെ മറ്റേ ടിസ്റ്റ് ഇഷ്ടപ്പെട്ടു, മൊത്തം സെറ്റപ്പ് ഇഷ്ടപ്പെട്ടു. പടം ഹിറ്റ് സംഭവിച്ചായി. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. സന്തോഷ ജന്മദിനം കുട്ടിക്ക്, സന്തോഷ ജന്മദിനം കുട്ടിക്ക്, സന്തോഷ ജന്മദിനം. ബാലകൃഷ്ണ, ആഹാ, ഒളിച്ചിക്കല്ലേ. കുറച്ചും കൂടി, കുറച്ചും കൂടി മതി. ഇവരുടെ ബർത്ത്ഡേ സ്റ്റേജിൽ പുരുഷനൊപ്പം യുദ്ധമൊന്നുമില്ലേ? ഒരു യുദ്ധം ഏത് നിമിഷം ഉണ്ടായേക്കാം, അല്ല പ്രശ്നേട്ടാ? 4-5 വർഷമായിട്ട് എല്ലാ ബർത്ത്ഡേ വീഡിയോയിലും എന്റെ ഇങ്ങനത്തെ ഒരു വീഡിയോ മാത്രമേ ഉണ്ടാവുള്ളൂ. കേക്ക് തട്ടി പിടിച്ച് കളിക്കണം.
നാളെ എന്നെ ഇങ്ങനെ ഡൗട്ട് അടിച്ച് നടക്കണം, എന്നെ പല രൂപത്തിൽ ഞാൻ സത്യം പറഞ്ഞ് മേക്കപ്പ് ഇല്ലാതെ കണ്ടുപിടിക്കരുത് തോന്നുന്നു. അപ്പൊ എന്നെ തിരിച്ചറിയാം. ഓ ഗോഡ്, യു അഗൈൻ. കല്യാണം വേണ്ടി കഴിക്കാതിരിക്കുമ്പോഴേ നമ്മള് ക്യാമറ വരുമ്പോ അങ്ങ് മര്യാദക്കാരോ ആ ബഹുമാനം എപ്പോഴും എന്ത് പ്രഹസനമാണ് സജി. കോഴിക്കോട് ഫുൾ കമ്പനി, ഞങ്ങൾ യോയോ കമ്പനീസ്. പിന്നെ DPക്ക് അന്ന് ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് ഈവനിങ് കഴിയും, 7-8 ഒക്കെ ആകുമ്പോഴേക്കും വരും എന്നായിരുന്നു. പക്ഷെ മഴയൊക്കെ കാരണം ലേറ്റായി. അതുപോലെ തന്നെ വിജയ് ചേട്ടൻ അതിൻ്റെ തലേന്ന് ചെന്നൈയിൽ പോയിട്ടേ ഉള്ളൂ. അപ്പം ഞാൻ വിളിച്ചുകൊണ്ട് എന്താ നെക്സ്റ്റ് ഡേ തന്നെ ഒരു 8-8:30 ഒക്കെ ആയപ്പോൾ ചേട്ടൻ ഫ്ലൈ ചെയ്തെത്തി. എന്നിട്ട് പിന്നെ നേരെ അങ്ങോട്ടേക്ക് വന്നു. അത് കഴിഞ്ഞിട്ട് അതും കഴിഞ്ഞിട്ട് കുറേ നേരം കഴിഞ്ഞിട്ടാണ് DP വന്നത്. അപ്പം എല്ലാവർക്കും തിരക്കാണ് എന്നറിയാം. എന്നിട്ടും നമ്മുടെ ഈ ഒരു സെലിബ്രേഷൻ്റെ ഭാഗമാകാൻ വന്നതിൽ ഒരുപാട് സന്തോഷം. സംഭവം ഒരു ദിവസത്തെ ഷോർട്ട് നോട്ടീസിൽ തലേ ദിവസം ചെന്നൈ പോയ ആള് പെട്ടെന്ന് ഓടി വന്നതാണെങ്കിലും വിജയെ പോലെ ഒരാളെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പാട്ട് നിർബന്ധ. അതെ ദിയ അവിടെ പൊന്നിൽ കുളിച്ചു നിന്നു ചന്ദ്രികാവസന്തം ഗന്ധർവഗായകന്റെ മന്ത്രവീണ പോലെ നിന്നെ കുറിച്ചു ഞാൻ പാടുമീ രാത്രി ശ്രുതി ചേർന്നു മൗനം അതു നിൻ മന്ദഹാസമാ പ്രിയ തോഴി പൊന്നിൽ കുളിച്ചു നിന്നു ചന്ദ്രിക പിന്നെ നമ്മൾ ഒരു പാട്ടിൽ നിർത്തില്ലല്ലോ. മലർമൊത്തു പോകാൻ പോകാം ആനക്കേറാമേറ്റിൽ ഇനി ആയിരത്തി കൊടുക്കാം ഇനിയുമീ ഇരവേക്കാമോ ശ്രീരാഗം തേടുന്നു വീണതൻ ഉന്തന്തി സ്നേഹാദ്രമാ ഏതോ പദം തേടുന്നു ഈ നമ്മളിൽ നിൻ മൗനമോ പൂമാനമാ നിൻ രാഗമോ ഭൂപാളമാ എന്നും നീ പുലക്കന്യയാ ശ്രീരാഗം തേടുന്നു നീ വീണതൻ ഉന്തന്തി. അന്ന് കുറേ പാട്ടുകൾ പാടിയിരുന്നു. അതിൽ ചില പാട്ടുകളാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത്. പക്ഷേ നിർബന്ധമായും പാടണം എന്ന് ഞങ്ങൾ പറഞ്ഞ ഒരു പാട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പ്രേമത്തിലെ മലരേ എന്നുള്ള സോങ്.
അപ്പോൾ ആ പാട്ടൊക്കെ പാടി ഗംഭീരമായിട്ടാണ് ഞങ്ങൾ ആ ഒരു ബർത്ത്ഡേ ആഘോഷിച്ചത്. ഒരുപാട് സന്തോഷം തോന്നി. എല്ലാവരെയും കുറച്ച് കാലത്തിന് ശേഷമാണ് കാണുന്നത്. ഞങ്ങൾ യാത്രയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു ഗെറ്റ് ടുഗദറിന് ഒരു അവസരം കിട്ടിയിരുന്നില്ല. അപ്പോൾ താങ്ക് യു സോ മച്ച് ഗോപുവിനും വന്നവർക്കും എല്ലാവർക്കും. കാരണം മോർ ദാൻ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ, കുറച്ച് കാലത്തിന് ശേഷം എല്ലാവരുമായിട്ടുള്ളൊരു ഗെറ്റ് ടുഗദർ ആയിരുന്നു. കുറേ പേരെ മിസ് ചെയ്തു. അവരിവിടെ നാട്ടിലില്ലാത്തതുകൊണ്ടും ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പല ആൾക്കാർക്കും വരാൻ പറ്റിയില്ല. ബട്ട് എങ്കിലും ഈ ഒരു ഗെറ്റ് ടുഗദർ ഞങ്ങൾക്ക് ഇനിയുള്ള ഗെറ്റ് ടുഗദറിലേക്ക് ഒരു ഇൻസ്പിറേഷനായി മാറിയിട്ടുണ്ട്. മോർ ഓഫൺ കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും പറയാറുണ്ട്. ഇനി നടക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ബട്ട് ഒരുപാട് സന്തോഷമായി എല്ലാവരെയും കണ്ടതിലും എല്ലാവരും വന്നതിലും. ശരിക്കും ഞാൻ ആ ഒരു പ്രോസസ്സ് ശരിക്കും എൻജോയ് ചെയ്തു. വളരെ നിന്നെ കാണാതിരുന്ന മിഴിവേകിയ നിറമെല്ലാം മായുന്ന പോലെ അലിവോടെന്നരികത്തിൻ അണയാതിരുന്ന അഴകേകിയ കനവെല്ലാം അകലുന്ന പോലെ ഞാനെൻ്റെ ആത്മാവിലാഴത്തിനുള്ളിൽ അതിലോലമാരോരുമറിയാതെ സൂക്ഷിച്ച രാഗങ്ങൾ താളങ്ങൾ ഈണങ്ങളായി ഓരോരോ വർണ്ണങ്ങളായി ഇടറുന്നൊരെൻ്റെ ഇടനെഞ്ചിനുള്ളിൽ പ്രണയത്തിൻ മഴയായി നീ പൊഴിയുന്നേ നാളിൽ തളരുന്നൊരെൻ്റെ തനുതോറും നിന്റെ അലതല്ലും പ്രണയത്താലുണരും മലരേ അഴകേ അഴകിൽ തീർത്തൊരു ശിലയഴകി മലരേ എന്നുയിരിൽ വിടരും Thank you so much. birthday, dude. Thank you.